റിലീസായിരിക്കുകയാണ്. ഇതിനോടകം തന്നെ എല്ലാവരും അത് കണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും ഡൗട്ട്സും അവരവരുടേതായിട്ടുള്ള തിയറീസും എല്ലാമാണ്. അതിൽ തോന്നിയിട്ടുള്ള കുറച്ച് ഡൗട്ട്സും അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ എൻ്റെ തിയറീസുമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിൽ മെയിനായിട്ടുള്ള ഡൗട്ട് കുര്യച്ചൻ മരിച്ചോ അതോ ജീവനോടുണ്ടോ, കുര്യച്ചൻ ചീറ്റ് ചെയ്യുന്നതിന് ശേഷമാണോ ചേട്ടത്തി പട്ടികളെ കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട്. അതിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ മ്ലാത്തി ചേട്ടത്തിയുടെ പാസ്റ്റ് ലൈഫും പ്രസൻറ്റ് ലൈഫും തമ്മിൽ നല്ല സിമിലാരിറ്റീസ് ഉണ്ട്. പാസ്റ്റ് ലൈഫിൽ തന്നെ ചേട്ടത്തിക്ക് മനസ്സിലാവുന്നുണ്ട് പ്രൊട്ടക്ഷനും റിസ്ട്രിക്ഷനും എന്താണ് എന്ന്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മ്ലാത്തി ചേട്ടത്തിയുടെ എക്സ് ഹസ്ബൻഡ്, അതായത് പഴയ കാലഘട്ടത്തിലെ ആ ഹസ്ബൻഡാണ് ഈ ബ്രീഡിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു മാസ്റ്റർ എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ മെരുക്കിയെടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അറിയാവുന്ന ഒരു വ്യക്തി. അത് കണ്ട് അതിനോടൊപ്പം ജീവിച്ചൊരു വ്യക്തിയാണ് സോയി അല്ലെങ്കിൽ നമ്മുടെ മ്ലാത്തി ചേട്ടത്തി. പക്ഷേ കുര്യച്ചനെ സംബന്ധിച്ച് പുള്ളിക്കാരൻ ഒരു ട്രെയിനറാണ്. പട്ടികളെ ട്രെയിൻ ചെയ്താണ് തൻ്റെ പരിധിയിലേക്ക് ആക്കുന്നത്. അത് വളരെ ക്ലിയർ കട്ടായിട്ട് പറയുന്ന ഒരു പോയിൻ്റുണ്ട്. സന്ദീപിൻ്റെ ക്യാരക്ടറിനോട് ചേട്ടത്തി പറയുന്നത്, ഞാൻ അതിന് പട്ടികളെ അങ്ങനല്ലല്ലോ വളർത്തുന്നത്. അതായത് ചേട്ടത്തി ഫ്രീഡം കൊടുത്ത് ആണ്, അതായത് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ പേരിൽ അതിന് മേലൊരു ഓണർഷിപ്പ് വെക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യത്തിൽ ചേട്ടത്തി ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയറാണ്. പക്ഷേ കുര്യച്ചനെ സംബന്ധിച്ച് പുള്ളിക്കാരൻ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുന്നതാണെങ്കിലും സുഹൃത്തുക്കളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണെങ്കിലും, അതിനകത്ത് വിനീതിൻ്റെ ക്യാരക്ടറാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട്, ഈ കുര്യച്ചൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു ശത്രുവിനെ ഉണ്ടാക്കിയെടുക്കാൻ അത്ര വലിയ പ്രയാസമുള്ള കാര്യമല്ല. ആദ്യത്തെ ആ ഒരു ബ്രീഡിൽ നിന്ന് ജനറേഷൻ വൈസ് നായകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ എല്ലാ മാസ്റ്റർ ചേട്ടത്തി മാത്രമാണ്. ചേട്ടത്തിയോട് നന്നായിട്ട് നിൽക്കുന്നവരുടെ അടുത്ത് നായകളും നന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം ചേട്ടത്തിയെ സംബന്ധിച്ച് അവിടുന്ന് തന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന തൻ്റെ പുതിയ പങ്കാളിയാണ്, ഒരുമിച്ച് ജീവിക്കുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ചേട്ടത്തിക്ക് ആരൊക്കെയാണോ വേണ്ടപ്പെട്ടവർ അവരെല്ലാം പട്ടികൾക്കും വേണ്ടപ്പെട്ടവരാണ്. അത് ഏത് സീനിലാണ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് ചോദിച്ചാൽ, കുളിച്ച് കഴിഞ്ഞെന്തോ സന്ദീപ് കയറി വരുന്ന സമയത്ത് പട്ടിയെ തലോടുന്നൊരു സീനുണ്ട്. അതേ സമയം ലാസ്റ്റ് സീനിൽ അതേ പട്ടിയെ സന്ദീപ് തലോടാൻ ചെല്ലുമ്പം അത് മാറിപ്പോകുന്നുണ്ട്. ഇത് തന്നെയാണ് കുര്യച്ചൻ്റെ കേസിൽ നടന്നത്. ചിലപ്പം ട്രെയിൻ ചെയ്തെടുത്തതും അല്ലെങ്കിൽ അതിനെ കൂടുതൽ ബ്രീഡ് ചെയ്യിപ്പിച്ചെടുത്തതും എല്ലാം കുര്യച്ചനാണ് എന്നെങ്കിൽ പോലും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മാസ്റ്റർ അല്ലെങ്കിൽ അതിനെ എങ്ങനെ വളർത്തണം എന്നുള്ളതിൻ്റെ പൂർണ്ണമായും അറിയുന്ന ഒരേ ഒരാൾ ചേട്ടത്തി മാത്രമാണ്. അറിഞ്ഞോ അറിയാതെ പുള്ളിക്കാരിയാണ് അതിൻ്റെ മാസ്റ്റർ ആയി മാറിയിരുന്നത്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ താനാണ് ഈ നായകളുടെ മാസ്റ്റർ എന്നുള്ള രീതിയിലായിരുന്നു കുര്യച്ചനും അവിടെ ജീവിച്ചു പോകുന്നത്. ചിലപ്പോൾ കുര്യച്ചന് താനല്ല ഇതിൻ്റെ ഒന്നും മാസ്റ്റർ എന്ന് മനസ്സിലാക്കിയ മൊമെൻ്റ് തന്നെ ആ ഒരു 6 ഇയേഴ്സ് മുമ്പ് കാണാതായ ആ ഒരു പോയിന്റിൽ മാത്രമായിരിക്കും. ഇനി കുര്യച്ചന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, സാഹചര്യം മാറി, മ്ലാത്തി ചേട്ടത്തിയുമായിട്ട് പ്രശ്നത്തിലായി പുള്ളിക്കാരൻ. പട്ടികൾക്കും അത് മനസ്സിലായി. അങ്ങനെ നേരത്തെ പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്ന ആ നായകൾ ഇപ്പോൾ ഒരു ജയിലിനുള്ളിൽ അടയ്ക്കപ്പെട്ട ഒരു രീതിയിലായി, ആ കേവിനുള്ളിൽ. അപ്പം സ്റ്റിൽ കുര്യച്ചൻ ആ കേവിനുള്ളിൽ തന്നെയാണ്. ആദ്യം സന്ദീപിൻ്റെ ക്യാരക്ടർ മുറ്റമടിക്കുന്ന സമയത്ത് ഒരു മുളയുടെ ഒരു പാത്രം പോലത്തൊരു കുഴൽ പോലത്തൊരു സാധനം നമ്മളെ കാണിച്ച് വലിച്ചെറിയുന്നത് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ആ കുഴൽ കാണുന്നത് പാസ്റ്റ് ലൈഫ് യൂസ് ചെയ്യാൻ പുള്ളിക്കാരുടെ എക്സ് ഹസ്ബൻഡ് അത് യൂസ് ചെയ്യുന്ന സമയത്താണ്. തേർഡ് നമ്മളിത് കാണുന്നത് ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിലാണ്. അന്നേരം സന്ദീപിൻ്റെ ക്യാരക്ടർ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഫുഡ് എടുത്തിങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. അത് നമുക്ക് കാണുമ്പം തന്നെ അറിയാം അതൊരു ഫ്രഷ് ഫുഡ്, അതായത് അധികം കാലപ്പഴക്കമില്ലാത്ത ഒരു ഫുഡ് ഇതാണെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം. സോ അതുകൊണ്ടായിരിക്കും അത് മണത്ത് നോക്കിയത്. അപ്പോൾ ഇപ്പോഴും കുര്യച്ചൻ ആ കേവിനുള്ളിൽ ജീവനോടുകൂടി തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഫ്രഷായിട്ടുള്ള ആ ഒരു ഫുഡ് പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റിയതും ചേട്ടത്തി കേവിനുള്ളിലേക്ക് ബൈനോക്കുലർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതും. കുര്യച്ചൻ എന്തുകൊണ്ട് ഇത് ഇത്രയും നാളും മനസ്സിലായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ചേട്ടത്തിയുമായിട്ട് ഇതിനു മുമ്പ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് കുര്യച്ചൻ അത് മനസ്സിലാവാത്തത്. കുര്യച്ചൻ വിചാരിച്ചു കൊണ്ടിരുന്നത് ഇതെല്ലാം തൻ്റെ കാവൽക്കാരാണ്. ആ പാസ്റ്റ് ലൈഫിൽ നടക്കുന്ന ആ സെയിം സംഭവമാണ് ഈ പ്രസൻറ്റിലേക്ക് വരുമ്പോഴും നടക്കുന്നത്.
പക്ഷേ നടക്കുന്ന സമയത്ത് ചേട്ടത്തി തീരുമാനിക്കും എപ്പോൾ കുര്യച്ചൻ ആ കേവിൻ്റെ പുറത്തേക്ക് ഇറങ്ങണമെന്ന്. ഇതെല്ലാം എൻ്റെ തിയറീസാണ്. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ? എന്താണ് നിങ്ങളുടെ തിയറീസ്? എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഈ മൂവി കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഡൗട്ട്സ് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക.